ഹായ് ഹലോ. സമയമൊക്കെ പിഴഞ്ഞ് നടന്നൊന്നല്ല ഓടിയും ചാടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കായിരുന്നേ, കഴിഞ്ഞ വർഷം ഇതേ സമയം, അതായത് ജനുവരി 31-ന് ഞാൻ ICUവിൽ കിടക്കാണ്, ബോധമില്ലാതെ. വെറുതെ ബോധം പോയതല്ല കേട്ടോ, സർജറിക്ക് വേണ്ടി ബോധം കെടുത്തിയതാണ്. രാവിലെ ഒരു 6:30 ആയപ്പോൾ സർജറിക്ക് കൊണ്ടുപോയി. വൈകിട്ട് കുറേ വൈകിയാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. കഴുത്തിലൊരു സർജറി ഉണ്ടായിരുന്നു, തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന സർജറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കയ്യിലും കാലിലും വയറിലൊന്നും അല്ലാത്തത് കൊണ്ട്. പക്ഷേ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം ഭക്ഷണം ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നല്ല ഏറ്റവും രസം, നമ്മുടെ ബയോപ്സി റിപ്പോർട്ടിനുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാത്തിരിപ്പാണ്. ടെൻഷൻ അടിച്ച ദിവസങ്ങളോളം. ഒരു 7 ദിവസം കഴിഞ്ഞ് ഡോക്ടർ വരാൻ പറഞ്ഞു. അന്ന് ചെന്നപ്പോൾ റിപ്പോർട്ടായിട്ടില്ല. പിന്നെയും 3 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ തള്ളി നിൽക്കുന്നുണ്ടല്ലോ, വല്ലാത്തൊരു അനുഭവിച്ചവർക്കത് അറിയൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ദൈവം അങ്ങനെ രക്ഷിച്ചു, നമ്മളൊന്നുമില്ലാതെ അങ്ങനെ കാത്ത് രക്ഷിച്ചു. അതൊക്കെ അങ്ങനെ കടന്നു വന്നപ്പോഴേ, നമ്മൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റ് ടൈമിലൊക്കെ നമ്മളിങ്ങനെ കിടക്കും, പല ഫിലോസഫികളും നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പോൾ തോന്നിയ ചില ചിന്തകളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അതായത് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ആരുടെയും തലയിൽ കെട്ടിയേൽപ്പിച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുക. ഇപ്പോൾ ഒരു ബീച്ചിൽ പോകാനോ സിനിമ കാണാനോ അമ്പലത്തിൽ പോകാനോ ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് പോവുക ആരോഗ്യമുള്ള സമയത്ത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഓർത്ത് ദുഃഖിക്കേണ്ടി വരരുത്, അന്ന് പോവായിരുന്നല്ലോ, അന്ന് സന്തോഷിക്കായിരുന്നല്ലോ എന്നൊന്നും നമുക്ക് തോന്നരുത്. കാരണം ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാണ്. ഞാൻ ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല, പറ്റിയാൽ പോവാം, പറ്റില്ലെങ്കിൽ പോകണ്ട, അങ്ങനെയാണ്. എനിക്ക് ഉത്സവം കാണാൻ പോകണം എന്നൊക്കെ നിർബന്ധമുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ അങ്ങനെ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരുപാട് പേരൊക്കെ ഉത്സവത്തിന് പോകണം, ഉത്സവത്തിൻ്റെ കൊട്ടും വെടിക്കെട്ടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ ഒന്ന് പോവായിരുന്നു, അതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നി. അപ്പം നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുക. അതിന് പിന്നീട് ഒരിക്കലാവട്ടെ എന്ന് കരുതി മാറ്റി വെക്കേണ്ടതില്ല. ഇന്നത്തെ കാലഘട്ടം അത് അവർക്കെന്നെ കൊണ്ടുപോകായിരുന്നില്ലേ, അവർക്കത് എനിക്ക് വാങ്ങിത്തരായിരുന്നില്ലേ, എന്നെ അവർക്കൊന്ന് സന്തോഷിപ്പിക്കായിരുന്നില്ലേ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.